പൊങ്കാലയ്ക്ക് സഹായമേകിയ അന്യമത നേതൃത്വങ്ങൾക്കെതിരെ വിഷലിപ്ത പ്രചരണങ്ങളുമായി ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ടീച്ചർ. ഭക്തർക്ക് വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കിയ ഇതര മതസ്ഥർ പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തിയെന്നും ആരോപണം. ഗുരുതര വിമർശനങ്ങളുമായി ഫേസ്ബുക്ക് പോസ്റ്റ്. ശശികല ടീച്ചറുടെ വാദമുഖങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്ന പ്രചരണവും ശക്തം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഭക്തലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയത്. പൊങ്കാല അർപ്പിക്കാനെത്തിയ ഭക്തർക്ക് ജാതി മതഭേദമന്യേ എല്ലാവിധ പിന്തുണയുമേകി പരസ്പര സാഹോദര്യത്തിന്റെ പുതിയൊരു അധ്യായത്തിനാണ് തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചത്. പൊങ്കാലയ്ക്കെത്തിയവർക്ക് പന്തലൊരുക്കി പാളയം ജുമാ മസ്ജിദും, വിശ്രമത്തിനായി വാതിലുകൾ തുറന്നിട്ട് മണക്കാട് വലിയ പള്ളി മുസ്ലിം ജമാഅത്തും, കുടിവെള്ളവും തണലുമൊരുക്കി പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലും മനുഷ്യ സ്നേഹത്തിന്റെ വലിയൊരു അധ്യായമാണ് തുറന്നുവെച്ചത്. ഇതെല്ലാം വാർത്താമാധ്യമങ്ങളിലൂടെ പുറം ലോകത്തെത്തിയപ്പോൾ അത്യധികം സ്നേഹത്തോടെയും അഭിമാനത്തോടെയുമാണ് മനുഷ്യ സ്നേഹികൾ അത് നെഞ്ചോട് ചേർത്ത് വെച്ചത്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന വിധത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചരണങ്ങളാണ് അരങ്ങേറിയത്. രാജ്യത്തിനകത്തും പുറത്തുമുള്ളവർ ഒരൊറ്റ മനസ്സോടെ ഇതെല്ലാം ഏറ്റെടുത്തപ്പോൾ ഈ കാഴ്ചകൾ അതിവേഗം വൈറലായി മാറി. എന്നാൽ മനുഷ്യ സ്നേഹത്തിന്റെ ഈ സ്നേഹഗാഥ ഉൾക്കൊള്ളാനാവാത്ത ഇടുങ്ങിയ മനസ്സുള്ളവരും ഇവിടെയുണ്ട് എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തെത്തിയിരിക്കുകയാണ്. മനുഷ്യർ ഏകോദര സഹോദരങ്ങളായി നിന്നാൽ സാമുദായിക സ്പർദ്ധയുടെ പേരിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നവർക്ക് അത് തിരിച്ചടിയായി മാറും. അവർക്ക് ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനുമെല്ലാം വേർതിരിഞ്ഞു നിൽക്കുകയും ഭിന്നിപ്പിന്റെ സ്വരത്തിൽ പോരടിക്കുകയും വേണം. അവർക്കൊന്നും ആറ്റുകാൽ പൊങ്കാലയിൽ അരങ്ങേറിയ സാമുദായിക മൈത്രി തിരിച്ചറിയാനാവില്ല. ഹിന്ദു ഐക്യവേദി അധ്യക്ഷ ശശികല ടീച്ചറാണ് അത്യധികം വിഷലിപ്ത ഭാഷയിൽ ഈ സാമൂഹിക കൂട്ടായ്മ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഭക്തർക്ക് പാളയം ജുമാ മസ്ജിദിൽ വിശ്രമിക്കാൻ സൗകര്യം ലഭിച്ചതാണ് ശശികലയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അവിടെ പന്തലൊരുക്കി ഭക്തർക്ക് വിശ്രമിക്കാൻ അവസരം നൽകിയതിനെ പരിഹസിക്കുകയാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശശികല ടീച്ചർ ചെയ്തിരിക്കുന്നത്. മുട്ടുമ്പോൾ കക്കൂസ് കൊടുത്തതും ചാനലിന് മുമ്പിൽ ചായ കൊടുത്തതുമെല്ലാം അതേ തരുത്വം. അമ്പലത്തിൽ വാങ്ക് വിളിക്കുന്നതും നോമ്പ് തുറക്കുന്നതും ചാനലുകളിലെ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണ്. അതിൽ തെല്ലുപോലും ആത്മാർത്ഥതയില്ലെന്നും ശശികല ടീച്ചർ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതേസമയം പൊങ്കാലയിടാനെത്തുന്ന ഭക്തർക്ക് എല്ലാവിധ സൗകര്യങ്ങളും നൽകാൻ ഏവരും സന്നദ്ധമാകണമെന്നും അവർക്ക് വിശ്രമിക്കാൻ വീടുകളും മസ്ജിദുകളും തുറന്നു നൽകണമെന്നും പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി ആഹ്വാനം ചെയ്തിരുന്നു. ഈ ഹൃദയവിശാലതയെ പ്രമുഖ BJP നേതാക്കളടക്കം സ്വാഗതം ചെയ്തിരുന്നു. മുതിർന്ന BJP നേതാവ് ശോഭ സുരേന്ദ്രൻ ഇമാമിന്റെ വാക്കുകൾ ആലേഖനം ചെയ്ത കാർഡ് തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. പാളയം ഇമാമിന്റെ വാക്കുകൾ പൊങ്കാലയ്ക്കെത്തുന്ന അമ്മമാർ ഹൃദയത്തോട് ചേർത്ത് നിർത്തുമെന്ന് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ശോഭ സുരേന്ദ്രൻ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ടീച്ചറാകട്ടെ ആവിധം വിശാല കാഴ്ചപ്പാടുകൾക്ക് എതിരായ സമീപനമാണ് ഇപ്പോൾ പരസ്യമാക്കിയിരിക്കുന്നത്. സൗഹൃദങ്ങൾക്കോ സ്നേഹത്തിനോ ഇന്നും മതമൊരു ഘടകമായി തോന്നിയിട്ടില്ലെന്നും ചിലർ അതിനെ രാഷ്ട്രീയവും മതപരവുമായ നേട്ടങ്ങൾക്കായി ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്നുമാണ് ശശികല ടീച്ചറുടെ വിലയിരുത്തൽ. പള്ളിക്ക് മുന്നിൽ മെയിൻ റോഡിൽ പൊങ്കാലയിടാൻ അനുവദിക്കുക, അവർക്ക് വിശ്രമിക്കാൻ ഇത്തിരി സൗകര്യം കൊടുക്കുക, ഇതെല്ലാം ചെയ്താൽ കേരളത്തിൽ മതേതര പട്ടം കിട്ടാൻ എളുപ്പമാണെന്ന വിധത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ടീച്ചറുടെ പരിഹാസം. വന്ദേമാതരം ചൊല്ലുമോ? തിരുപ്പുറം കുണ്ടത്ത് കാർത്തിക ദീപം കൊളുത്താമോ? മുനമ്പം വഖഫ് ഭൂമിയാണോ? സ്കൂളുകളിൽ മോർണിംഗ് ഷിഫ്റ്റ് നടത്താമോ? CAA തെറ്റാണോ? അയോധ്യയിലെ രാമക്ഷേത്രത്തെ അംഗീകരിക്കുമോ? നിമിഷ ഫാത്തിമമാർ സിറിയയിൽ എത്തിയതെങ്ങനെ? മതം മാറിയ അഖില ഹാദിയെ കുറിച്ചുള്ള അഭിപ്രായം എന്ത്? ഇതിനൊന്നും വ്യക്തമായ മറുപടി നൽകാതെ പൊങ്കാലയിലൂടെ മതേതരത്വം പ്രചരിപ്പിക്കാനുള്ള നീക്കമാണ് ചിലർ നടത്തുന്നത്. ഇതെല്ലാം കാപട്യമാണ്. ഈ വിധത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് ഉയർത്തിയിരിക്കുന്നത്. മനുഷ്യ സാഹോദര്യത്തിൽ വിശ്വസിക്കുകയും ഏത് വിഷമതയിലും കൈകോർത്ത് പിടിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കേരളീയ മനസ്സിനെ ഭിന്നിപ്പിക്കാനുള്ള വിഷം പുരട്ടിയ വാക്കുകളാണ് ശശികല ടീച്ചർ പതിവ് പോലെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഇതിനെതിരെ സെക്യുലർ സമൂഹം ജാഗ്രത പുലർത്തി ചെറുത്തു തോൽപ്പിക്കണമെന്നുമുള്ള ആഹ്വാനമാണ് സോഷ്യൽ മീഡിയകളിൽ അതിശക്തമായി ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്.